നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുണ്ടാ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. ഗുണ്ടയ്ക്ക് പകരം ജവാൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് മന്ത്രി. അവർ തനിക്കെതിരെ വന്നത് മദ്യപിച്ച്. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും മന്ത്രി. സംസ്ഥാന സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടമായെന്നും ആരോഗ്യമേഖല അഴിമതിയുടെ കൂത്തരങ്ങായെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. സർക്കാർ ആശുപത്രികൾ വെറും നോക്കുകുത്തികളായി. സ്വകാര്യ ആശുപത്രി ലോബിയും സംസ്ഥാന സർക്കാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്നും വി.കെ. ശ്രീകണ്ഠൻ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിനു മുന്നിൽ കോൺഗ്രസ് ധർണ. സർക്കാരിനെതിരെ സമരക്കളമായി പാലക്കാട് നഗരം. പ്രതിഷേധ സമരവുമായി CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും. കരിദിനം ആചരിച്ച സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. കളക്ടറേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് സംഘിന്റെ പ്രതിഷേധ ധർണ. ആശിർ നന്ദയുടെ മരണം. നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. FIR-ൽ ഗുരുതര വീഴ്ചയെന്ന് KSU നേതാക്കൾ. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ സംബന്ധിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യം. ഗുരുവായൂർ ദേവസ്വത്തിലെ 36 ആനകൾക്ക് ഇനി സുഖചികിത്സയുടെ കാലം. സുഖചികിത്സ ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്. ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സയിലുള്ളത് ലോക വെറ്റിനറി ഭൂപടത്തിൽ ഇടം പിടിച്ച ചികിത്സാക്രമം. വാർത്തകൾ വിശദമായി. ഗുണ്ടാ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. ഗുണ്ടയ്ക്ക് പകരം ജവാൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു. മദ്യപിച്ചാണ് തനിക്കെതിരെ അവർ വന്നത്. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. തനിക്കെതിരെ വന്നവർ സാമൂഹ്യ വിരുദ്ധരാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ ആളുകളുടെ രാവിലത്തെ സ്വഭാവം ജവാനാണ്. ഗുണ്ടയ്ക്ക് പകരം ജവാനാണെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു. പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ആളുകളാണെന്ന് റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് രാവിലെ തന്നെ മദ്യപിച്ചിട്ടാണ് കിട്ടുന്നത്. പോലീസ് അത് പരിശോധിക്കട്ടെന്നുള്ള സ്റ്റാൻഡ് ഞാൻ എടുത്തത്. പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ ഇതിന് ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആളുകളാണെന്നത് ഉറപ്പിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകളുടെ രാവിലത്തെ സ്വഭാവം ജവാനാണ്. അതേ മേഖലയായതുകൊണ്ട് അത് ജവാനായി. ഈ പുതിയ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിച്ചിട്ടില്ല. കപ്പലപകടം നടന്നിടത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കപ്പൽ മുങ്ങിയ ഇടം കണ്ടെത്തിയിരുന്നു. അവിടെ പോയി മത്സരം നടത്തുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ കണ്ട ഒരു കാര്യമാണ്, ഈ ആദ്യത്തെ കപ്പൽ മുങ്ങി അതിനകത്ത് അവശിഷ്ടങ്ങൾ പുറത്ത് വന്നപ്പോൾ തന്നെ ആ ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ലൊക്കേറ്റ് ചെയ്തു. അവിടേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന അറിയിപ്പ് നമ്മൾ കൊടുത്തിരുന്നു. വല ഉൾപ്പെടെ നശിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകാൻ സർക്കാർ ആലോചിക്കുന്നു. മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളെ കൈവിടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാന സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടമായെന്നും ആരോഗ്യമേഖല അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാലക്കാട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.പി. കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഇപ്പോൾ അരക്ഷിതമായ അവസ്ഥയിലാണ്. ആരോഗ്യമേഖല ഇത്രയധികം തകരാനും കുത്തഴിയാനും കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണെന്നും വി.കെ. ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. ആരോഗ്യമേഖലയിലെ കാതലായ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. ഈ മേഖലയിലെ അഴിമതി ചോദ്യം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. CPM നേരിട്ട് ഇടപെട്ടാണ് അഴിമതികൾക്ക് കളമൊരുക്കുന്നത്. പട്ടിണിയും പരിവട്ടവുമായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ സർക്കാർ അവർക്ക് നേരെ കൊഞ്ഞനം കുത്തുകയാണെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. ലജ്ജ തോന്നും ഇപ്പോഴത്തെ പല കാര്യങ്ങളും നമുക്ക് കാണുമ്പോൾ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നത്. പക്ഷെ വളരെ വിചിത്രമാണ്, മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ കേരളത്തിൽ ആരും മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ ധൈര്യപ്പെട്ടു വരുന്നില്ല. അപ്പൊ നമുക്ക് ആവശ്യമായ മരുന്ന് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിനാവശ്യമായ സഹായമോ സഹകരണമോ കേരളത്തിലെ വ്യവസായ വകുപ്പോ ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആരും ചെയ്യുന്നില്ല. എന്താ കാരണം? ഇത് ഒരു പകൽ കൊള്ള നടത്താനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ്. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു.
മുൻ ആരോഗ്യമന്ത്രി VC കബീർ, KPCC ജനറൽ സെക്രട്ടറിമാരായ C ചന്ദ്രൻ, KA തുളസി, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, മുൻ MLA KA ചന്ദ്രൻ, KPCC സെക്രട്ടറി PV രാജേഷ്, UDF കൺവീനർ P ബാലഗോപാലൻ, DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ, KM ഫെബിൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശ്രീകൃഷ്ണപുരം സെൻറ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് FIRൽ വീഴ്ച ആരോപിച്ച് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആരോപണ വിധേയരായ അധ്യാപകരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് FIRൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയതെന്ന് KSU ആരോപിക്കുന്നു. ആശിർ നന്ദയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് KSU ആവശ്യം. ഈ ആവശ്യമുന്നയിച്ചാണ് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തെ തുടർന്ന് ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആശിർ നന്ദയുടെ മരണത്തെ തുടർന്ന് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട അധ്യാപകരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്ന് KSU നേതാക്കൾ ആരോപിച്ചു. നാട്ടുകൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നില്ലെന്നും ഈ സാഹചര്യത്തിൽ പ്രത്യേക സംഘം അനിവാര്യമാണെന്നും KSU ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി പഴയ കോൺഗ്രസ് ഓഫീസ് ആർക്ക് വിധി പ്രതീക്ഷിച്ച പ്രവർത്തകർ. മുൻ മണ്ഡലം പ്രസിഡന്റ് CPMലേക്ക് മാറിയതിനെ തുടർന്ന് കോൺഗ്രസ് ഓഫീസിന് ചുവപ്പ് പെയിന്റ് അടിച്ചതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് സംഘർഷമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. പോലീസ് കാവലിലാണ് ഇപ്പോൾ ഓഫീസ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ച് CPMലേക്ക് മാറിയതിനെ തുടർന്ന് തർക്കത്തിലായ കോൺഗ്രസ് മണ്ഡലം ഓഫീസ് കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചിട്ടിട്ട് ആഴ്ചകളായി. കോട്ടായി പഞ്ചായത്ത് ഓഫീസിന് എതിർദിശയിലുള്ള സ്വകാര്യ വാടക കെട്ടിടത്തിൽ 70 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് അടച്ചിട്ട് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. CPMലേക്ക് മാറിയ മണ്ഡലം പ്രസിഡന്റ് K മോഹൻകുമാർ ഓഫീസ് ചുവപ്പ് പെയിന്റ് അടിച്ച് CPM ഓഫീസാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്ത് കോൺഗ്രസുകാരും രംഗത്ത് വന്നതോടെയാണ് പ്രശ്നം ഉടലെടുത്തത്. ഒത്തുതീർപ്പിന് RDOയെ ചുമതലപ്പെടുത്തിയെങ്കിലും മോഹൻകുമാർ ഇഞ്ചക്ഷൻ ഓർഡർ ഹാജരാക്കിയതിനാൽ കേസ് ആലത്തൂർ മുൻസിഫ് കോടതിയിലെത്തി. കോടതിയിൽ നിന്നും കമ്മീഷൻ എത്തി തെളിവെടുപ്പും നടത്തി. ഉത്തരവ് ലഭിക്കും വരെ ഓഫീസ് അടച്ചിടാൻ പോലീസിന് നിർദ്ദേശം നൽകി. ആഴ്ചകൾ കഴിഞ്ഞിട്ടും തർക്കപരിഹാര ഉത്തരവൊന്നും ലഭിക്കാത്തതിനാൽ അടച്ചിട്ട ഓഫീസ് ആഴ്ചകളായി പോലീസ് കാവലിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജൂലൈ 1 കരിദിനമായി ആചരിച്ചു. ട്രഷറികൾ കേന്ദ്രീകരിച്ച് KSSPയെ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. ഷൊർണൂർ ട്രഷറിയിലേക്ക് അസോസിയേഷൻ നടത്തിയ മാർച്ച് ജില്ലാ ജോയിന്റ് സെക്രട്ടറി VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാത്ത സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരിദിനം ആചരിച്ചു. ട്രഷറികൾ കേന്ദ്രീകരിച്ച പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. ഷൊർണൂർ ട്രഷറിയിലേക്ക് നടത്തിയ മാർച്ചും തുടർന്ന് നടന്ന യോഗവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം മാത്രമല്ല, ഈ തുടർഭരണം ലഭിച്ച പിണറായി സർക്കാർ കേരളത്തിലെ പെൻഷൻകാർക്ക് ലഭിക്കേണ്ട 22% DAയിൽ ആകെ 5% DA മാത്രമാണ് നാളിതുവരെയായിട്ട് അനുവദിച്ചത്. 2021 എന്ത് പെൻഷൻ വാങ്ങിയിരുന്നോ ആ പെൻഷനിൽ തരിമ്പ് പോലും വാർത്തയില്ലാതെ അതേ പെൻഷൻ വാങ്ങുന്ന ഒരു ഗതികേട് ഇന്നലെ കേരളത്തിലെ സർവീസ് പെൻഷൻകാർ അനുഭവിച്ചുകൊണ്ടിരിക്കും. അസോസിയേഷൻ ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. G അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ശിവപ്രകാശൻ, KT വേണുഗോപാലൻ, P രാജഗോപാലൻ, PA മുംതാസ്, രാധാകൃഷ്ണദാസ്, TM പരമേശ്വരനുണ്ണി,
KM പത്മകുമാർ, P വാസുദേവൻ, M കൃഷ്ണൻ, M ജയരാജൻ, രമണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇടത് സർക്കാരിനെതിരെ പ്രതിഷേധ സമരവുമായി CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ. പാലക്കാട് കളക്ടറേറ്റിലേക്ക് ജോയിന്റ് കൗൺസിൽ നടത്തിയ മാർച്ചിൽ പങ്കെടുത്തത് നൂറുകണക്കിന് ജീവനക്കാർ. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. കേരളത്തിൻ്റെ നേട്ടങ്ങളിൽ ജീവനക്കാരുടെ പങ്ക് മറച്ചുപിടിക്കാനാവില്ലെന്നും ധനകാര്യമന്ത്രിയുടെ ശരീരഭാഷ ജീവനക്കാർക്കെതിരാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി K മുകുന്ദൻ ആരോപിച്ചു. ശമ്പള പരിഷ്കരണവും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടാണ് ജോയിന്റ് കൗൺസിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ജനക്ഷേമകരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിയത് ജീവനക്കാരുടെ സഹകരണത്തോടെയാണ്. രണ്ടാം പിണറായി സർക്കാരിലെ ധനകാര്യ വകുപ്പിൽ നിന്നുണ്ടാവുന്ന അനാവശ്യ നിയന്ത്രണങ്ങളും നിഷേധങ്ങളും അംഗീകരിക്കാനാവില്ല. ഒന്നാം ഇടതു സർക്കാരിൻ്റെ കാലത്ത് സമരങ്ങളിലേക്ക് തള്ളിവിടാതിരിക്കാനായി ധനവകുപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നാൽ രണ്ടാം ഇടതു സർക്കാരിലെ ധനവകുപ്പ് ജീവനക്കാരെ ശത്രുക്കളെപ്പോലെയാണ് കാണുന്നതെന്നും ജോയിന്റ് കൗൺസിൽ നേതാക്കൾ കുറ്റപ്പെടുത്തി. ആരോഗ്യരംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുവിതരണ രംഗത്തും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായ ഒരു കേരളമായി മാറിയതിനു പിന്നിൽ ഈ കേരളത്തിലെ സിവിൽ സർവീസിന്റെ പങ്കുണ്ട്. കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് കേരളം ഈ ചൈത്രയാത്ര തുടരുന്നത്, ഈ ജനപക്ഷ നയങ്ങൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ശമ്പള പരിഷ്കരണം അത് 5 ആണ്ട് കൂടുമ്പോൾ നടപ്പിലാക്കുക എന്നത് ഒരു ബാധ്യതയായി കാണുവാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കിയത്. എന്നാൽ അന്ന് തോമസ് ഐസക് ആയിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ജീവനക്കാർക്ക് ഒരു സമരം ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായില്ല. അത് നമ്മൾക്കെല്ലാം നമ്മുടെ മനസ്സിലെല്ലാം ഓർമ്മയുണ്ട്. കൃത്യമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. അതിന്റെ കുടിശ്ശികകൾ 4 ഗഡുക്കളായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ തരുമെന്ന് പറഞ്ഞു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ജില്ലാ മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് MS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A അംജദ് ഖാൻ, സമരസമിതി നേതാക്കളായ N സതീഷ് മോൻ, NN പ്രജിത, PK സന്തോഷ്, അബ്ദുൾ വഹാബ്, B പ്രമിത, S സ്വപ്ന, VS ബാബു, P കണ്ണൻ, ജയചന്ദ്രൻ, CA ഈജു, KV ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വന്നവർക്ക് സ്വന്തം വികസനത്തിൽ മാത്രമാണ് താൽപ്പര്യമെന്ന് പെൻഷൻ സംഘ സംസ്ഥാന പ്രസിഡന്റ് ജയപ്രകാശ്. പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പെൻഷനേഴ്സ് സംഘ് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരത്തിനു വേണ്ടി മാത്രം തൊഴിലാളി വർഗത്തെയും ജീവനക്കാരെയും കൂട്ടുപിടിക്കുന്നവരാണ് CPM എന്നും ജയപ്രകാശ് ആരോപിച്ചു. ഖജനാവ് കൊള്ളയടിച്ച് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് സർക്കാരാണ്. പ്രളയ ദുരന്ത നിവാരണത്തിനായി ജീവനക്കാരും പെൻഷൻകാരും സാധാരണക്കാരും കൊടുത്ത സംഭാവന പോലും സർക്കാർ ധൂർത്തടിച്ചു. അവകാശങ്ങൾക്കായി പോരാടുന്നവരെ അവഗണിച്ചും അടിച്ചമർത്തിയും മുന്നോട്ടു പോകാമെന്ന ധാർഷ്ട്യത്തിന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും ജയപ്രകാശ് പറഞ്ഞു. 5 വർഷത്തിൽ തത്വത്തിലൊരിക്കൽ അംഗീകരിക്കുകയും ചില മാസങ്ങൾ കടന്നുകൊണ്ട് പോവുകയും അങ്ങനെ നമുക്ക് ചില കുറവുകൾ സംഭവിക്കുന്നത് ചരിത്രമാണ്. എങ്കിലും കേരളത്തിൽ ആദ്യമായി 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കി അല്ലെങ്കിൽ അവർ ചിന്തയിൽ വച്ചിരിക്കുന്നത്. ഏറ്റവും ആക്ഷേപകരമെന്ന് പറയുന്നത്, ഏറ്റവും പ്രതിഷേധകരമെന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലന്മാരാണ്. ഇടതുപക്ഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്നും കേരളത്തിൽ മുദ്രാവാക്യവും സമരവും എല്ലാം നടത്തിയിട്ടുള്ളത്. 2022 ജൂലൈ മുതലുള്ള ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ്പ് പദ്ധതി അപാകതയില്ലാതെ നടപ്പാക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പെൻഷൻ സംഘ് ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് K നാരായണൻ അധ്യക്ഷത വഹിച്ചു.
BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, NTU സംസ്ഥാന സെക്രട്ടറി A. ശ്രീനി മാസ്റ്റർ, NGO സംഘ് ജില്ലാ പ്രസിഡന്റ് റോസ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി MK വാസുദേവൻ സ്വാഗതവും ട്രഷറർ R. ഗിരിപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ വീണ്ടും കഞ്ചാവ് കണ്ടെത്തി. 2.5 കിലോഗ്രാമിലേറെ കഞ്ചാവാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 12:30 ഷൊർണൂർ ജംഗ്ഷനിലെത്തിയ താമ്പരം മംഗലാപുരം ട്രെയിനിലാണ് 2 കിലോ 600 ഗ്രാം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. പാലക്കാട് റെയിൽവേ DYSP M. ശശിധരൻ്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ റെയിൽവേ ഇൻസ്പെക്ടർ PV രമേഷിൻ്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഷൊർണൂർ പോലീസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാമെന്നും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഏകദേശം 1 മാസത്തോളമായിട്ട് ട്രെയിനിൽ കഞ്ചാവ് കടത്ത് ഇഷ്ടംപോലെ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് റെയിൽവേ പോലീസിൻ്റെ ഡാൻസ് അപ്പ് ടീമും RPFൻ്റെ CIB ടീമും ഷൊർണൂർ റെയിൽവേ പോലീസും ചേർന്നുള്ള പരിശോധനയിൽ ഇന്ന് താമ്പരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന ട്രെയിനിൽ ഇന്ന് ഉച്ചയ്ക്ക് 2.5 കിലോളം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി. അപ്പോൾ ഓരോ ദിവസവും ഇത് കണ്ടമാനം വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു ക്വാണ്ടിറ്റി ആയാലും അത് സമൂഹത്തിൽ എത്തുന്നതിന് തടയിടാനായിട്ട് ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രതി പലപ്പോഴും ആ വണ്ടിക്കകത്ത് ഒളിച്ചിരിക്കാറാണ് പതിവ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള. ആ ബാഗ് ആരാന്ന് ചോദിച്ചാൽ ആരാം റെസ്പോണ്ട് ചെയ്യാനുള്ളത്. അതാണ് നമുക്ക് പ്രതികളിലേക്ക് എത്താനുള്ളത്. പക്ഷെ നമ്മൾ മാക്സിമം പ്രതിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന വൻ സംഘങ്ങളെ പിടികൂടുന്നതിനുമുള്ള പരിശോധന ശക്തമാക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര സർക്കാർ കേരള ജനതയുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ. കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പ്രൊജക്ട് എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു TK അച്യുതൻ. 60% കേന്ദ്രവിഹിതത്തോടെ പ്രവർത്തിക്കുന്ന സർവശിക്ഷ അഭിയാൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ തകർക്കുകയാണെന്ന് TK അച്യുതൻ ആരോപിച്ചു. കേന്ദ്ര നയം നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. മാസങ്ങളായി സർവശിക്ഷ അഭിയാനിൽ പ്രവർത്തിക്കുന്നവർക്ക് വേതനമില്ല. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കേണ്ടത് വികസന കാര്യങ്ങളോടല്ലെന്നും TK അച്യുതൻ പറഞ്ഞു. ആവശ്യാധിഷ്ഠിതമായ മിനിമം വേതനം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. എന്നാൽ രാഷ്ട്രീയ പരീക്ഷണശാലയായി കേരളത്തെ മാറ്റുന്നതിൻ്റെ ഭാഗമായി ഈ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യവും നൽകാൻ ഫണ്ട് കൊടുക്കുന്നില്ല. 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റുമാണ് ഇതിലേക്ക് ആവശ്യമായ ഫണ്ട് നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റ് 40% ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നു. അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി വീണ്ടും വീണ്ടും നൽകുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട 60% ഫണ്ട് ഈ സമഗ്ര ശിക്ഷ കേരളത്തിൽ മാത്രം 1800 കോടി രൂപയുടെ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. KSEPEU ജില്ലാ പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ സെക്രട്ടറി K. അജില, KSEPEU ജില്ലാ സെക്രട്ടറി സ്റ്റെനി ജിതിൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിൽ വൈദ്യുതി ലൈനിലേക്ക് പ്രധാന പാതയോരത്തെ മരം പൊട്ടി വീണു. കോട്ടായി ഓടന്നൂർ മേജർ റോഡിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. നാട്ടുകാർ വൈദ്യുതി വകുപ്പിനെ വിവരമറിയിച്ചു. ഉടൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയ ദുരന്തം ഒഴിവായത്. ഗുരുവായൂർ ദേവസ്വത്തിലെ 36 ആനകൾക്ക് ഇനി 1 മാസക്കാലം സുഖചികിത്സ. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായാണ് സുഖചികിത്സ നടത്തുന്നത്. മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. പുന്നത്തൂരിലെ ആനക്കോട്ടയിലേക്ക് അഥവാ ആനത്താവളത്തിലേക്ക്
ഗുരുവായൂർ ദേവസ്വം അതിൻ്റെ ആനകളെ കുടിയിരുത്തപ്പെട്ടതിൻ്റെ 50ാമത് വാർഷികം കൂടി ആഘോഷിക്കുന്ന ഒരു സമയമാണ്. ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ ജനിച്ച് 1 വയസ്സാകുന്നതിന് മുമ്പ് ആനകൾ ഇങ്ങോട്ട് മാറുന്ന ഔപചാരികമായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്തവണത്തെ ആനയൂട്ടിൽ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത അതുകൂടിയാണ്. സാധാരണ കർക്കിടം ആരംഭിക്കുന്നതിന് മുമ്പ് ഗുരുവായൂർ ദേവസ്വം ആനയുടെ സുഖചികിത്സ ആരംഭിക്കും. ആന ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സുഖചികിത്സ. ലോക വെറ്റിനറി ഭൂപടത്തിൽ ഇടം പിടിച്ച ചികിത്സാക്രമമാണ് ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സയിലുള്ളത്. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടി ശാസ്ത്രീയമായി തയ്യാറാക്കിയ സമീകൃത ആഹാരം പ്രത്യേക ചിട്ടയോടെ നൽകുന്നതാണ് ദേവസ്വം ഗജസുഖ ചികിത്സാക്രമത്തിൻ്റെ പ്രധാന സവിശേഷത. 36 ആനകളുടെ സുഖചികിത്സയ്ക്കായി 12.5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ഭരണസമിതി അംഗീകരിച്ചിട്ടുള്ളത്. അരി 3240 കിലോഗ്രാം, ചെറുപയർ 1080 കിലോഗ്രാം, റാഗി 1080 കിലോഗ്രാം, മഞ്ഞൾപ്പൊടി 108 കിലോഗ്രാം, അഷ്ടചൂർണം 108 കിലോഗ്രാം, ചവനപ്രാശം 270 കിലോഗ്രാം, ധാതുലവണം, വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുക. സുഖചികിത്സയ്ക്ക് മുന്നോടിയായി വിരനിർമ്മാർജ്ജനത്തിനായുള്ള മരുന്നുകളും നൽകും. പ്രത്യേക ആയുർവേദ ക്രമവും പിന്തുടരും. ആനകളുടെ ആരോഗ്യനിലയും ശരീരശാസ്ത്രവും മനസ്സിലാക്കിയാവും ചികിത്സാക്രമം നിശ്ചയിക്കുക. വിശദമായ തേച്ചുകുളി, മരുന്നുകളടങ്ങുന്ന ആഹാരക്രമം, വ്യായാമം എന്നിവ ചികിത്സയുടെ ഭാഗമാണ്. ഓരോ ആനയുടെയും പ്രത്യേകത മനസ്സിലാക്കി വിദഗ്ധ സമിതിയാണ് ആഹാരക്രമം തീരുമാനിക്കുന്നത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയ വൈദ്യുതി വാരാഘോഷത്തിൻ്റെ ഭാഗമായി കോട്ടായി ചമ്പ്രക്കുളം സ്കൂളിൽ വൈദ്യുതി ഉപഭോഗ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കോട്ടായി ഇലക്ട്രിക് ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ MV ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ശിവദാസ് ക്ലാസ് എടുത്തു. അധ്യാപകരായ ശരണ്യ കൃഷ്ണൻ, PS സുനിത എന്നിവർ സംസാരിച്ചു. സുധ സ്വാഗതവും M ഹിബത്തുള്ള നന്ദിയും പറഞ്ഞു. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണക്കാല പൂകൃഷിക്ക് തുടക്കമായി. തൈനടിയിൽ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഏതാണ്ട് 200-ലധികം തൈകളാണ് ഇവിടെ അവർ പരിപാലിക്കാൻ വേണ്ടി പോകുന്നത്. ഓണമാകുമ്പോഴേക്കും ചെണ്ടുമല്ലി പൂവാണ് അവർ ഉദ്ദേശിക്കുന്നത്. നഗരസഭയിൽ തന്നെ വെച്ചുകൊണ്ടാണ് അവരിതിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നഗരസഭയിലെ ജീവനക്കാർക്കും അതുപോലെ മറ്റുള്ളവർക്കുമെല്ലാം ഇതിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ആളുകൾ, പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. നഗരസഭാ പരിസരത്ത് പുതുതായി നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്കിന് സമീപത്തായാണ് ചൊവ്വാഴ്ച രാവിലെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. 200ഓളം ചെണ്ടുമല്ലി തൈകളാണ് ഗ്രോ ബാഗുകളിലാക്കി ഇവിടെ കൃഷി ചെയ്യുന്നത്. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ മേൽനോട്ടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി പരിപാലനം. ഓണവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് ചെണ്ടുമല്ലിപ്പൂക്കൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ VC സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, കൗൺസിലർമാരായ KS ശോഭന, T ലത, CC ഉഷാദേവി, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ KC അശോക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ഖിലാഫത്ത് ദിന യോഗവും ബോധവൽക്കരണ ക്ലാസും നടന്നു. ചേലക്കര പ്രാദേശിക കമ്മിറ്റി പ്രസിഡന്റും തൃശൂർ പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് അമീറുമായ M സുബൈർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 1908 പഞ്ചാബിലുള്ള ഖാദിയാനിൽ വെച്ച് ഇമാം മഹ്ദി മിർസോ ഗുലാം അഹമ്മദിൻ്റെ വിയോഗാനന്തരം സ്ഥാപിതമായി ഇന്നേക്ക് 117 വർഷം പൂർത്തിയായതും ലോകത്തിലുടനീളമുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും 5ാമത്തെ ഖലീഫ മിർസോ മസ്റൂർ അഹമ്മദിൻ്റെ കീഴിൽ ഖിലാഫിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതുമായ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വ്യാപിച്ചു കിടക്കുന്ന 217 രാജ്യങ്ങളിലെ എല്ലായിടത്തും വല്ലങ്കിപ്പാറ മസ്ജിദ് ഹാദിയിൽ സംഘടിപ്പിച്ചതുപോലെ ഖിലാഫത്ത് ദിനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു.
വല്ലങ്കിപ്പാറ ഹമദിയ മുസ്ലിം ജമായത്ത് ശിക്ഷണ വിഭാഗം സെക്രട്ടറി അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. മൗലവി ഗുലാം അഹമ്മദ് ആളൂർ, മൗലവി മുഹമ്മദ് സലീം, ഇർഷാദ് അഹമ്മദ്, ആസിഫ് സലീം, മസ്തൂർ അഹമ്മദ്, റമീസ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഞാൻ ഖുദാമിനെ ഉപദേശിക്കുകയാണ്. അവർ ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മവെക്കണം. എന്തെങ്കിലും കാര്യം ഓർമ്മവെക്കുന്നതിന് വർഷത്തിൽ പ്രത്യേകമായ ഒരു ദിവസം ആചരിക്കുക എന്നത് മുൻകാല സമൂഹങ്ങളിലെ പതിവാണ്. ഞാൻ ഉപദേശിക്കുകയാണ്, വർഷത്തിൽ ഒരു ദിവസം ഖിലാഫത്ത് ദിനമായി ആചരിക്കണം. ഖിലാഫത്തിന്റെ പുനഃസ്ഥാപനത്തിൽ നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം തങ്ങളുടെ പഴയകാല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണ്ടാ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. ഗുണ്ടയ്ക്ക് പകരം ജവാൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് മന്ത്രി. അവർ തനിക്കെതിരെ വന്നത് മദ്യപിച്ച്. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും മന്ത്രി. സംസ്ഥാന സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടമായെന്നും ആരോഗ്യമേഖല അഴിമതിയുടെ കൂത്തരങ്ങായെന്നും VK ശ്രീകണ്ഠൻ MP. സർക്കാർ ആശുപത്രികൾ വെറും നോക്കുകുത്തികളായി. സ്വകാര്യ ആശുപത്രി ലോബിയും സംസ്ഥാന സർക്കാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്നും VK ശ്രീകണ്ഠൻ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിനു മുന്നിൽ കോൺഗ്രസ് ധർണ. സർക്കാരിനെതിരെ സമരക്കളമായി പാലക്കാട് നഗരം. പ്രതിഷേധ സമരവുമായി CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും. കരിദിനം ആചരിച്ച സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. കളക്ടറേറ്റിന് മുന്നിൽ പെൻഷനേഴ്സ് സംഘിന്റെ പ്രതിഷേധ ധർണ. ആശിർ നന്ദയുടെ മരണം. നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. FIR-ൽ ഗുരുതര വീഴ്ചയെന്ന് KSU നേതാക്കൾ. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ സംബന്ധിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യം. ഗുരുവായൂർ ദേവസ്വത്തിലെ 36 ആനകൾക്ക് ഇനി സുഖചികിത്സയുടെ കാലം. സുഖചികിത്സ ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്. ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സയിലുള്ളത് ലോക വെറ്റിനറി ഭൂപടത്തിൽ ഇടം പിടിച്ച ചികിത്സാക്രമം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.